കൃത്യം 9 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവറുകൾ പരേഡ് ഗ്രൌണ്ടിൽ എത്തിച്ചേർന്ന് ദേശീയ പതാക ഉയർത്തുന്നതും അഭിവാദനം സ്വീകരിച്ച് പരേഡ് പരിശോധിക്കുന്നതുമാണ്. തുടർന്ന് പരേഡിൽ അണിനിരന്നിരിക്കുന്ന എല്ലാ വിഭാഗങ്ങളും മാർച്ച് പാസ്റ്റ് നടത്തുന്നതും അതിനുശേഷം പരേഡ് റിവ്യൂ ഓർഡറിൽ മുന്നോട്ട് വന്ന് ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥിക്ക് അഭിവാദനം അർപ്പിക്കുന്നതും ശേഷം ബഹുമാനപ്പെട്ട കേരള ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതുമാണ്. ദേശീയ പതാക ഉയർത്തുന്ന വേളയിൽ ഭാരതീയ വായുസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ഒത്തുചേർന്ന് ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. വി വിനോദ് ഇപ്പോൾ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, 75ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് രാജ്യം. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. മുഖ്യമന്ത്രി ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഗവർണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. ദേശീയ പതാക ഉയർത്തുന്നത് ഗവർണറാണ്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? എല്ലാവരും ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്നും ഗവർണർ പരേഡ് ഗ്രൌണ്ടിൽ നിന്ന് വിടവാങ്ങുന്നതിന് മുൻപായി ആരും തന്നെ ഗ്രൌണ്ടിൽ നിന്ന് പുറത്തു പോകരുതെന്നും അഭ്യർത്ഥിക്കുന്നു. വിനോദ്, കേൾക്കാമോ? ഇപ്പോൾ മുഖ്യമന്ത്രി പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കുന്നത്. ഇവിടേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ ഇവിടേക്ക് എത്തും. പതാക ഉയർത്തൽ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള നടപടികളാണ് പൂർത്തിയാക്കേണ്ടത്. രാജ്യം പരമാധികാരത്തിൽ എത്തിയതിന്റെ ഏറ്റവും സുവർണമായ നിമിഷങ്ങൾ കേരളവും അത് വലിയ ആഘോഷത്തോടുകൂടി നടത്തുന്നു. ഇന്നത്തെ പരേഡിന് നേതൃത്വം നൽകുന്നത് പരേഡ് കമാൻഡർ സ്ക്വാഡ്രൺ ലീഡർ ഷെയ്ഖ് ഫറൂഖാണ്. അദ്ദേഹം ഭാരതീയ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥനാണ്. സദേൺ എയർ കമാൻഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ്. സെക്കൻഡ് ഇൻ കമാൻഡ് ആകട്ടെ ക്യാപ്റ്റൻ പ്രദീപ് കുമാറാണ്. മറാത്ത ലൈറ്റ് ഇൻഫൻട്രി ഭാരതീയ കരസേനയുടെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇപ്പോൾ പരേഡിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ്. വിശിഷ്ടാതിഥികളെല്ലാം ഇവിടേക്ക് എത്തി. മന്ത്രിമാരടക്കമുള്ളവർ ഉൾപ്പെടെ മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. MLA മാർ എത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും അടക്കമുള്ളവർ. ശരി വിനോദ്, ഇപ്പോൾ ചടങ്ങുകൾക്കായി ഗവർണർ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഗവർണറാണ് ദേശീയ പതാക ഉയർത്തുക. ഗവർണർ അവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. जय श्रीमान, परेड आपके निरीक्षण के लिए हाजिर है श्रीमान।
രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. വിപുലമായ ആഘോഷങ്ങളാണ് സംസ്ഥാനത്ത്. ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളാണ് നമ്മൾ കാണുന്നത്. ഗവർണർ എത്തിയിരിക്കുന്നു ചടങ്ങിനായി. ഇപ്പോൾ ഗവർണർ വാഹനത്തിൽ പരേഡ് വീക്ഷിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനകം ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം സ്വീകരിക്കുകയാണ്. കേരള ഗവർണർ ഈ സമയം പരേഡ് പരിശോധിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. വിപുലമായ ആഘോഷങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗവർണർ അവിടെ ദേശീയ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിക്കുകയാണ് അദ്ദേഹം. അതിനുശേഷം ഇനി അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പലയിടങ്ങളിലും വിപുലമായ ആഘോഷങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ കാണാം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകുന്നത്. രാജ്യതലസ്ഥാനത്ത് കർത്തവ്യപഥിൽ രാവിലെ 10:30 മുതൽ 12:10 വരെയാണ് വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന പരേഡും മറ്റ് ചടങ്ങുകളും നടക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ഇത്തവണ അതിഥിയായി എത്തുന്നത്. സംസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണറാണ് നേതൃത്വം നൽകുന്നത്. ഗവർണർ ദേശീയ പതാക ഉയർത്തി. അദ്ദേഹം തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിച്ചു. തിരിച്ചെത്തിയിരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങൾ ആണ് പരേഡിൽ അണിനിരക്കുന്നത്. അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പങ്കെടുക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. പരേഡിന് ശേഷം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും.